തിരുവനന്തപുരം പാലോട് വനത്തിനുള്ളിൽ ശാസ്താംനട സ്വദേശി ബാബു കൊല്ലപ്പെട്ടത് കാട്ടാന ആക്രമണത്തിൽ നിന്ന് സ്ഥിരീകരിച്ചു. മൃതദേഹം പുറത്തെ കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചു. പ്രദേശത്ത് ഇപ്പോൾ പരിശോധന തുടരുകയാണ്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, അപ്പോൾ അതും കാട്ടാന തന്നെയാണ്, കാട്ടാന കൊന്നത് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയാണോ? ആ മേഖലയിൽ കാട്ടാന ശല്യമുള്ള സ്ഥലമാണോ ജയശങ്കർ? അത് ഇദ്ദേഹം കുറച്ച് ദിവസമായി വീട്ടിൽ നിന്ന് പോയിട്ട് തുടർന്ന് ഇദ്ദേഹത്തെ കാണാതായതിനെ തുടർന്ന് ആളുകൾ വനത്തിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മൃതശരീരം ഇന്നലെ വൈകിട്ടോടുകൂടി കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ രാത്രി ഏറെ ഇരുട്ടിയതോടുകൂടി ഈ വനപാലകർക്ക് ഉൾപ്പെടെ വനത്തിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം സ്ഥിരമായി ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് രാവിലെ 9 മണിക്ക് ശേഷമാണ് വനം വകുപ്പും പോലീസും ഈ പ്രദേശത്തേക്ക് എത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലൊരു സ്ഥിരീകരണം വരുന്നത്. ഈ ശാസ്താംനട സ്വദേശി ബാബുവിന്റെ മരണം കാട്ടാനയുടെ ആക്രമണത്തിൽ എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ നാട്ടുകാരുൾപ്പെടെ ഇവിടെ ആനയുടെ കാൽപ്പാടുകളും മറ്റും ഉള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ഇന്ന് വനം വകുപ്പ് അക്കാര്യം സ്ഥിരീകരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ മരണം കാട്ടാനാക്രമണത്തിലാണ്. പക്ഷേ ഇക്കാര്യത്തിൽ വനം വകുപ്പ് പറയുന്നത് ഈ ആക്രമണം നടന്നിരിക്കുന്നത് ഉള്ളിലാണ്. ഇദ്ദേഹത്തിന് വനത്തിനുള്ളിൽ പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല എന്നാണ് വനം വകുപ്പ് നൽകുന്നൊരു വിശദീകരണം. എന്തായാലും ഇക്കാര്യത്തിലെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വരാനുണ്ട്. എന്തായാലും ഒരു ജീവൻ കൂടി കാട്ടാനാക്രമണത്തിൽ, വന്യമൃഗ ആക്രമണത്തിൽ സംസ്ഥാനത്ത് നഷ്ടപ്പെടുന്നു. ഇന്ന് രാവിലെയാണ് വയനാട്ടിൽ ഒരു ജീവൻ നഷ്ടമായത്. പിന്നെ ഇടുക്കിയിലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിക്കുന്ന വളരെ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നു. സമാനമായൊരു സംഭവം തിരുവനന്തപുരത്തും സ്ഥിരീകരിക്കുന്നു. എന്തായാലും മൃതദേഹത്തിന് 2 ദിവസത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കാട്ടിൽ നിന്ന് ഈ മൃതദേഹം പുറത്തെത്തിച്ച് ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നതാണ്. AV ജയശങ്കറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വയനാട് നൂൽപ്പുഴയിൽ ഒരു കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വാർത്ത വന്നതേയുള്ളൂ. സമാനമായ രീതിയിൽ തിരുവനന്തപുരം പാലോടും മരിച്ച നിലയിൽ കണ്ടെത്തിയ ആളെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് സ്ഥിരീകരിക്കുകയാണ് വനം വകുപ്പ്. കാട്ടാന, പോത്ത്, കടുവ, പുലി, ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യ മേഖലകളിലെ മനുഷ്യ ദുരിതം പരിഹാരങ്ങളെല്ലാം തുടരുകയാണ്. ഈ ആക്രമണങ്ങൾ എന്ന് തീരുമെന്ന് ചോദിച്ചാൽ നമ്മുടെ വനമന്ത്രിക്ക് പോലും അറിയില്ല. പിന്നെ ആർക്കാണ് അറിയാം?